ഹായ് ഹലോ എല്ലാവർക്കും അമ്മൂസ് കഫേയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, കിച്ചണിലാണ്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. ക്രിസ്മസ് ആയിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷനിൽ വരുന്ന ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അമ്മയുടെ DIY, അമ്മയുടെ ഏപ്രനാണ്, അമ്മയുടെ DIY, അമ്മ തന്നെ എന്തോ പഴയ ഡ്രസ്സിൽ നിന്ന് എന്തോ സ്റ്റിച്ച് ചെയ്തെടുത്താണ്. അമ്മയുടെ DIY ഏപ്രണൊക്കെ ഇട്ട് റെഡി തന്നെ പുറത്ത് പോയിട്ട് വന്നതാണ്. അപ്പോൾ ആ ഡ്രസ്സിലാവണ്ട എന്ന് വിചാരിച്ചിട്ട് ആ ഏപ്രണൊക്കെ ഇട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം പിന്നെ കൂടുതൽ വാചകം അടിക്കുന്നില്ല, നമുക്ക് ഉണ്ടാക്കുന്ന ഐറ്റത്തിലോട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വിഷ് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോവാം. അപ്പോൾ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു 600 ഗ്രാം അടുപ്പിച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് മഞ്ഞളും മുളകും ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു 30 മിനിറ്റ്സ്. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് എണ്ണ തിളപ്പിച്ചിട്ട് ഞാൻ അതിനകത്തോട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, അത് കഴിഞ്ഞ് ക്യാരറ്റ്, പിന്നെ ബീൻസ് ആൻഡ് ക്യാപ്സിക്കം ആണ്, അത് വഴറ്റി മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതൊരു പാനിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ജസ്റ്റ് അതൊന്ന് ഒരു ചെറിയൊരു കളർ ചേഞ്ച് വന്നൊന്ന് ഫ്രൈ ആയി വരണം, അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കറിക്ക് കുറച്ചുകൂടി ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. അടുത്ത ആ ഒരു സെയിം എണ്ണയിലോട്ട് തന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് അരച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സവാളയും കൂടെ മിക്സ് ചെയ്തു. അപ്പോൾ ആ ഒരു സവാള ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് യൂഷ്വലായിട്ട് ഇടുന്ന സ്പൈസസ് ഒന്ന് ഇട്ട് കൊടുക്കാം. മല്ലി, മുളക്, പിന്നെ അതേപോലെ ഗരം മസാലപ്പൊടി, ഉപ്പ്, ഇതെല്ലാം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന അളവിനാണ് ഇട്ടത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സ്പെസിഫൈ ചെയ്ത് പറയാത്തത്. പിന്നെ അതിനകത്തേക്ക് ആ സ്പൈസസിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത്രയും, നമുക്ക് എത്രത്തോളം ഗ്രേവി ആണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. ലാസ്റ്റ് ഞാൻ മല്ലി ഇലയും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ കറി റെഡിയായി. ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ സോട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് റൈസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റായിട്ട് അതിനൊരു സ്മെല്ല് കിട്ടാനായിട്ട് നമ്മൾ സോയാ സോസും പിന്നെ നമ്മുടെ പെപ്പറുമാണ് എടുക്കുന്നത്. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഐറ്റം. ചോറ് എന്ന് ഉദ്ദേശിച്ചത് റൈസാണ് കേട്ടോ. റൈസ്, തൈര്, സാലഡായിട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ പപ്പടം, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ ഒരു അച്ചാർ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ക്രിസ്മസ് ഡിഷ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ബൈ ബൈ.